കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയം അറിയിക്കുകയാണ്. സത്യമായി ബൈബിൾ ക്വിസ് ഈ 5-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 2021 മുതൽ ആരംഭിച്ച ഈ സംരംഭം കർത്താവിൻ്റെ കരുണയാൽ ഇതുവരെ നടത്തി അനേകം ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടുകൂടിയാണ് ഈ പ്രവർത്തനത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനം എല്ലാവരും അറിയേണ്ടതാണ്. ആ നിലയിലാണ് ഈ 5-ാമത്തെ വർഷവും ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം ഈ മെഗാ ഫൈനൽ നമുക്ക് നടത്തുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥിക്കുവാനായിട്ട് ചാർലി ബ്രദറെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ ത്രിയേക ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടത്തിവരുന്ന ഈ സത്യമായി ബൈബിൾ ക്വിസിനെ വീണ്ടും ഈ വർഷം കൂടി അനുഗ്രഹിച്ചു എന്നുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സത്യമായി ബൈബിൾ ക്വിസ് 2025 മെഗാ ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് ഇവിടെ നടക്കുവാനായി പോകുന്നത്. 2021 വർഷത്തിൽ ആരംഭിച്ച് കഴിഞ്ഞ 5 വർഷത്തോളവും വിജയകരമായി ദൈവാനുഗ്രഹത്തോടുകൂടെ ഈ ബൈബിൾ ക്വിസ് നടക്കുകയും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. എല്ലാ മാസവും നടന്ന ബൈബിൾ ക്വിസിൽ നിന്നും വിജയാളികളായി 5 പേരാണ് ഇന്ന് മത്സരാർത്ഥികളായി നമ്മുടെ മുൻപിലുള്ളത്. നമുക്ക് ഈ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ചെസ് നമ്പർ 1 ഷാജി പി ജോർജ്, ചെസ് നമ്പർ 2 ബിജു പി എ, ചെസ് നമ്പർ 3 ഷേർലി രാജു, ചെസ് നമ്പർ 4 ലില്ലി ജോസ്, ചെസ് നമ്പർ 5 മാർഗ്രറ്റ് ബിജു. സത്യമായി ബൈബിൾ ക്യൂസ് 2025 മെഗാ ഫൈനലിൽ 5 റൗണ്ടുകളാണ്. ആദ്യമായി നമ്മൾ റാപ്പിഡ് റൗണ്ടാണ്. റാപ്പിഡ് റൗണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ: ബൗളിൽ നിന്നും ഒരു ലോട്ട് എടുക്കുക. അതിൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും പേര് എഴുതിയിട്ടുണ്ടാകും. ലോട്ടിലെ പേരുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ഉത്തരത്തിനും 2 മാർക്ക്. ചോദ്യം പാസ് ചെയ്യുന്നതല്ല. വ്യക്തി ആര്? ചോദ്യങ്ങൾ: വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവായി. ആര്? ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്ന് യേശു പറഞ്ഞു. ആരാണിവൻ? ഗമാലിയലിന്റെ കീഴിൽ വചനം പഠിച്ച കർശന പരീശൻ ആരായിരുന്നു? ഉത്തരം ശരിയാണ്. ഇസ്രായേലിന്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആദാമിൽ നിന്നും 10-ാം തലമുറക്കാരനും ലാമേക്കിന്റെ പുത്രനും ആയിരുന്നവൻ ആരായിരുന്നു? ഉത്തരം തെറ്റാണ്. മല, പർവ്വതം. ചോദ്യങ്ങൾ: യെരുശലേമിന് കിഴക്കുള്ള ഈ മല വളരെ പ്രസിദ്ധമാണ്. ഇവിടെ നടക്കുവാൻ പോകുന്ന ഒരു മഹാസംഭവം സെക്കര്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒലിവുമല. ഉത്തരം ശരിയാണ്. ശൗലും മക്കളും ഈ മലയിൽ നടന്ന യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ഗിൽബോവ കുന്ന്. ശരി ഉത്തരം. ന്യായപ്രമാണത്തിലെ ശാപങ്ങൾ വിളിച്ചു പറയുന്ന മലയാണ് ഇത്. ഗരസീം. ഉത്തരം തെറ്റാണ്. ഏദോം ദേശത്തിന്റെ അതിരിലുള്ള ഈ പർവ്വതത്തിൽ വെച്ചാണ് ഇസ്രായേൽ മക്കളുടെ പ്രിയപ്പെട്ടവൻ മരിച്ചതും അവർ 30 ദിവസം അവന് വേണ്ടി വിലപിച്ചതും. നെബോ പർവ്വതം. ഉത്തരം തെറ്റാണ്. ബൈബിളിലെ പ്രധാന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മല ലെബാനോനിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് സിരിയോൻ എന്നും സെനീർ എന്നും പേരുണ്ട്. ഉത്തരം തെറ്റാണ്. സ്ഥലം ഏത്? ചോദ്യങ്ങൾ: വാഗ്ദത്ത ദേശത്ത് ഇസ്രായേലിയർ കീഴടക്കിയ ആദ്യ നഗരം? ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഇസ്രായേലിയർ അവരുടെ ചുറ്റും മാർച്ച് ചെയ്തപ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീണു. യെരിഹോ പട്ടണം. ഉത്തരം ശരിയാണ്. ഉടമ്പടി പുതുക്കൽ ഉൾപ്പെടെ നിരവധി ബൈബിൾ സംഭവങ്ങളുടെ ഒരു സ്ഥലം. യോസേഫിന്റെ അസ്ഥികൾ അടക്കം ചെയ്തതും ഇവിടെയായിരുന്നു. ഗിൽബോ പർവ്വതം. ഉത്തരം തെറ്റാണ്.
എരുശലേം കീഴടക്കുകയും ഇസ്രായേലരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ശക്തമായ സാമ്രാജ്യം. പ്രവചനത്തിൽ അത് ന്യായവിധിയെയും പുനഃസ്ഥാപനത്തെയും പ്രതിനിധീകരിക്കുന്നു. യേശു തന്റെ പുനരുദ്ധാനത്തിന് ശേഷം 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഗ്രാമം. വേദാന്യ. ഉത്തരം തെറ്റാണ്. ഈ നഗരങ്ങളെ അവരുടെ വലിയ ദുഷ്ടത നിമിത്തം ദൈവം നശിപ്പിച്ചു. പാപത്തിനും ന്യായവിധിക്കും എതിരായ മുന്നറിയിപ്പുകളായി അവയെ മനസ്സിലാക്കി. സോദോം ഗൊമോറ. ഉത്തരം ശരിയാണ്. ബൈബിൾ സംഭവങ്ങൾ. ചോദ്യങ്ങൾ വായിക്കാം. സുവിശേഷങ്ങളിൽ വിവരിച്ചിരിക്കുന്ന യേശുവിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതും ലോകത്തെ തന്നെ സ്വാധീനിച്ചതുമാണ്. ഏതാണ്? ഉൽപ്പത്തി 1:1 അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രധാന സംഭവം ഏതാണ്? ഉൽപ്പത്തി ആരംഭം. ഉത്തരം ശരിയാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. സംഭവം ഏതാണ്? യോഹന്നാൻ പുത്രനെ മഹത്വപ്പെടുത്തി പറയും പിതാവ്. ഉത്തരം തെറ്റാണ്. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. തുടർന്ന് നടക്കുന്ന പ്രധാന സംഭവം എന്താണ്? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഉത്തരം തെറ്റാണ്. വെളിപ്പാട് 19 അധ്യായത്തിൽ പറയുന്ന പ്രകാരം അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. പ്രധാനപ്പെട്ട ഈ സംഭവം ഏതാണ്? ബൈബിളിലെ പ്രധാന പക്ഷികൾ. ലേവ്യ പുസ്തകം 11, ആവർത്തനം 14 അധ്യായങ്ങൾ പ്രകാരം യഹൂദന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു പക്ഷി. ദേശാടനം ചെയ്യുന്ന പക്ഷി വേനൽക്കാലത്ത് ആകാശത്തിൽ വളരെ ഉയർന്നു പറക്കും. ഇരമ്യാവ് 8, സെക്കരിയാവ് 5 എന്നീ അധ്യായങ്ങളിൽ ഈ പക്ഷിയെക്കുറിച്ച് സൂചന ഉണ്ട്. കഴുകൻ. തെറ്റുത്തരം. ലൂക്കോസ് 2:24 പ്രകാരം കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കുവാൻ ഏത് തരത്തിലുള്ള പക്ഷികളെയാണ് കൊണ്ടുവന്നത്? സങ്കീർത്തനം 84 കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്ന പക്ഷിയുടെ പേര് പറയുന്നുണ്ട്. ഏതാണ്? മീവൽ പക്ഷി. ശരി ഉത്തരം. ഇസ്രായേലിനോടുള്ള സംരക്ഷണത്തിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്തതും മാത്രമല്ല ഏത് പക്ഷിയുടെ ചിറകിന്മേൽ വഹിച്ചാണ് കൊണ്ടുവന്നത് എന്നാണ് പുറപ്പാട് 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കോഴി. ഉത്തരം തെറ്റാണ്. സത്യമായി ബൈബിൾ ക്യൂസ് മെഗാ ഫൈനലിലെ റാപ്പിഡ് റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സത്യമായി ബൈബിൾ ക്വിസ് 2025 മെഗാ ഫൈനലിൻ്റെ ബസർ റൗണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ വായിക്കുന്നു. 1, ചോദ്യകർത്താവിൻ്റെ ചോദ്യം എല്ലാവർക്കും കോമൺ ആയിരിക്കും. 2, ഉത്തരം അറിയാവുന്നവർ മുൻപിലുള്ള ബസർ അമർത്തുക. 3, ശരി ഉത്തരത്തിന് 3 മാർക്ക്, തെറ്റുത്തരത്തിന് -1 മാർക്ക്. 4, ആദ്യം ബസർ അമർത്തുന്ന മത്സരാർത്ഥി പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ മറ്റ് മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 1-ാമത്തെ ചോദ്യം, ഗിത്യനായ ഗോലിയാത്തിനെ വെട്ടിക്കൊന്നത് എവിടെ വച്ച്? ടെസ്റ്റ് നമ്പർ 3ക്ക് ഉത്തരം പറയാം. ഏല താഴ്വര. തെറ്റുത്തരമാണ്. ടെസ്റ്റ് നമ്പർ 2ന് ഉത്തരം പറയാം. ഗിൽബോവ കുന്ന്. തെറ്റുത്തരമാണ്. വേറെ ആരും ബസർ അമർത്തിയിട്ടില്ല. ശരി ഉത്തരം ഗോബ് എന്നതാണ്. അടുത്ത ചോദ്യം, പേകഹിനെ വെട്ടിക്കൊന്ന് പകരം രാജാവായത് ആര്? ആരും ബസർ അമർത്തിയിട്ടില്ല. 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏലാവിൻ്റെ മകനായ ഹോശയ എന്നതാണ്. 3-ാമത്തെ ചോദ്യം, ഹാരാൻ ജനിച്ചതും മരിച്ചതും ഒരു ദേശത്ത് തന്നെ. ഏത് ദേശം? കണ്ടസ്റ്റന്റ് നമ്പർ 2 ആണ് ബസർ അമർത്തിയിരിക്കുന്നത്. ഉത്തരം പറയാം. ഹാരാൻ വെച്ച്. തെറ്റുത്തരമാണ്. വേറെ ആരും ബസർ അമർത്തിയിട്ടില്ല. ഉത്തരം ഊര് എന്നതാണ്. 4-ാമത്തെ ചോദ്യം, പീഡിപ്പിക്കരുത് എന്ന് യഹോവ പറഞ്ഞിരിക്കുന്ന 4 കൂട്ടർ ആരെല്ലാം? കണ്ടസ്റ്റന്റ് നമ്പർ 3 ബസർ അമർത്തിയിട്ടുണ്ട്. ഉത്തരം പറയാം. അനാഥർ, വിധവ, പരദേശി, ദരിദ്രൻ. ശരി ഉത്തരമാണ്. 5-ാമത്തെ ചോദ്യം, ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത് ആര്? കണ്ടസ്റ്റന്റ് നമ്പർ 1 പൗലോസ്. തെറ്റുത്തരമാണ്. വേറെ ആരും ബസർ അമർത്തിയിട്ടില്ല. അതിന്റെ ശരി ഉത്തരം എപ്പഫ്രോദിത്തോസ് എന്നതാണ്. 6-ാമത്തെ ചോദ്യം, അവിശ്വസ്ത സ്ത്രീയായ ഗോമറിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഹോശയ തൻ്റെ ആദ്യത്തെ കുട്ടിക്ക് എന്ത് പേരിട്ടു? ആരും ബസർ അമർത്തിയിട്ടില്ല. അതിൻ്റെ ഉത്തരം ഇസ്രായേൽ എന്നതാണ്. 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്,
തൻ്റെ പക്ഷം ചേരുവാൻ ചാർത്തലിൻ്റെ കാലത്ത് ജനത്തെ വശീകരിച്ചത് ആർ? കണ്ടസ്റ്റന്റ് നമ്പർ 4 ബസർ അമർത്തിയിട്ടുണ്ട്. ഉത്തരം പറയാം. അദോനിയാവ്. തെറ്റുത്തരമാണ്. വേറെ ആരും ബസർ അമർത്തിയിട്ടില്ല. ശരി ഉത്തരം ഗലീലക്കാരനായ യൂദ എന്നതാണ്. ചോദ്യം നമ്പർ 8. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞത് ആര്? കണ്ടസ്റ്റന്റ് നമ്പർ 3 ബസർ അമർത്തിയിട്ടുണ്ട്. ഉത്തരം പറയാം. മിഖായാവ്. ശരി ഉത്തരമാണ്. 9ാമത്തെ ചോദ്യം. പുരോഹിത വസ്ത്രങ്ങളിൽ സമചതുരാകൃതിയിൽ ഉണ്ടായിരുന്നത് എന്ത്? കണ്ടസ്റ്റന്റ് നമ്പർ 1 ബസർ അമർത്തിയിട്ടുണ്ട്. ഉത്തരം പറയാം. ഊരീമും തുമ്മീമും. തെറ്റുത്തരമാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 3 ബസർ അമർത്തിയിട്ടുണ്ട്. ഉത്തരം പറയാം. ന്യായവിധി പതക്കം. ശരി ഉത്തരമാണ്. 10ാമത്തെ ചോദ്യം. ഗിദയോൻ ഏഫോദ് ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച പട്ടണം ഏത്? ആരും ബസർ അമർത്തിയിട്ടില്ല. അതിന്റെ ശരി ഉത്തരം ഒഫ്ര എന്നതാണ്. ബസർ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. 3ാമത്തെ റൗണ്ട് ഹു ആം ഐ റൗണ്ട്. ബൗളിൽ കൊടുത്തിരിക്കുന്ന ലോട്ട് എടുത്ത് ചോദ്യകർത്താവിനെ ഏൽപ്പിക്കുക. അതിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ മൃഗം അല്ലെങ്കിൽ സ്ഥലം എന്തിൻ്റെയെങ്കിലും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മത്സരാർത്ഥി ലോട്ട് തുറന്നു നോക്കാൻ പാടുള്ളതല്ല. ലോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേരുമായി ബന്ധപ്പെട്ട 5 സൂചനകൾ ചോദ്യത്തിൽ ഉണ്ടാകും. 1ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞാൽ ലഭിക്കുന്നത് 5 മാർക്കാണ്. 2ാമത്തെ സൂചനയിലാണ് ഉത്തരം പറയുന്നതെങ്കിൽ 4 മാർക്ക്. 3ാമത്തെ സൂചനയിലാണ് ഉത്തരം പറയുന്നതെങ്കിൽ 3 മാർക്ക്. 4ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞാൽ 2 മാർക്ക്. 5ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞാൽ 1 മാർക്കാണ് ലഭിക്കുന്നത്. കണ്ടസ്റ്റന്റ് നമ്പർ 1 എടുത്തിരിക്കുന്നത് 4ാമത്തെ നമ്പറാണ്. ഞാൻ ഊസ് ദേശക്കാരൻ. യോബ്. ശരി ഉത്തരമാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 2 എടുത്തിരിക്കുന്നത് 2ാമത്തെ നമ്പറാണ്. ഞാൻ ലേവി കുടുംബത്തിൽ ജനിച്ചവൻ. മോശെ. ശരി ഉത്തരമാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 3 എടുത്തിരിക്കുന്നത് 5ാമത്തെ നമ്പറാണ്. ജനനത്തിനു മുൻപേ പേര് ലഭിച്ചവൻ. സ്നാപയോഹന്നാൻ. ഉത്തരം ശരിയാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 4 എടുത്തിരിക്കുന്നത് 1ാമത്തെ നമ്പറാണ്. ഞാൻ ഫലപ്രദമായൊരു വൃക്ഷം. 2ാമത്തെ ക്ലൂ 110 സംവത്സരം ജീവിച്ചിരുന്നു. എൻ്റെ മകൻ്റെ 3ാം തലമുറയിലെ മക്കളെയും കണ്ടു. 3ാമത്തെ ക്ലൂ അപ്പനാൽ അധികം സ്നേഹിക്കപ്പെട്ട മകൻ. യോസെഫ്. ശരി ഉത്തരമാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 5 എടുത്തിരിക്കുന്നത് 6ാമത്തെ നമ്പറാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകം. ഉൽപ്പത്തി. ശരിയായ ഉത്തരം. 4ാമത്തെ റൗണ്ട് പ്രോഫസി റൗണ്ട്. പഴയ നിയമത്തിൽ ഉള്ളതും പുതിയ നിയമത്തിൽ നിവൃത്തിയായതുമായ പ്രവചന ഭാഗങ്ങൾ മത്സരാർത്ഥി റെഫറൻസ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞാൽ 5 മാർക്ക്. പറയാൻ സാധിക്കാത്ത പക്ഷം ക്ലൂ നൽകുന്നതായിരിക്കും. ക്ലൂ നൽകിയതിന് ശേഷം ഉത്തരം പറഞ്ഞാൽ 3 മാർക്ക്. റെഫറൻസ് മാത്രം പറഞ്ഞാൽ 3 മാർക്ക്. ചോദ്യങ്ങൾ പാസ് ചെയ്യുന്നതല്ല. സങ്കീർത്തനം 44:22. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത് എന്ന് പറയുക. ക്ലൂ വായിക്കുന്നു. ആടുകളെ പോലെ എന്ന വാക്കുകളുണ്ട്, കൊല്ലുന്നു എന്ന വാക്കുകളുമുണ്ട്. പുതിയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8ാമത്തെ അധ്യായം 36ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31ാമത്തെ അധ്യായം 15ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത് എന്ന് പറയുക. ക്ലൂ തരാം. ശബ്ദം, വിലാപം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കൊറിന്ത്യൻസ്. തെറ്റുത്തരമാണ്. Yeah. പുതിയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 2ാമത്തെ അധ്യായം 17ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: രാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49ാമത്തെ അധ്യായം 6ാമത്തെ വാക്യം.
ഈ വേദഭാഗം പുതിയ നിയമത്തിൽ എവിടെയാണ് നിവൃത്തിയായത് എന്ന് പറയുക. ക്ലൂ രക്ഷ ജാതികൾക്ക് പ്രകാശം എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമായി വെച്ചിരിക്കുന്നു. പുസ്തക പ്രവർത്തിയ 9-ാം അധ്യായം. തെറ്റുത്തരമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിലാണിത് നിറവേറിയിരിക്കുന്നത്. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണിത് നിറവേറിയിരിക്കുന്നത്? Clue 1. പ്രസവിക്കാത്ത, നോവ് കിട്ടിയിട്ടുമില്ലാത്ത എന്ന് പരാമർശിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം. തെറ്റുത്തരമാണ്. പുതിയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സങ്കീർത്തനങ്ങൾ 112:9 പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത്? ക്ലൂ പറയാം. വാരി വിതറി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. റോമർ. തെറ്റുത്തരമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സങ്കീർത്തനങ്ങൾ 104:4 പുതിയ നിയമത്തിൽ ഇത് ഏത് ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത് എന്ന് പറയുക. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷക്കാരുമാക്കും. ശരി ഉത്തരമാണ്. വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത് എന്ന് പറയുക. ക്ലൂ വേണം. എൻ്റെ ന്യായപ്രമാണം ഹൃദയങ്ങളിൽ എഴുതും എന്ന് പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ ന്യായപ്രമാണം ഉള്ളിലാക്കി അടച്ചിരിക്കുന്നു. ഹെബ്രായ ലേഖനം. പുതിയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത്? ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്നാണോ? തെറ്റുത്തരമാണ്. ക്ലൂ ആണ്. സകല ജഡവും ദൈവത്തിൻ്റെ വചനമോ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. സകല ജഡവും പുല്ലിൻ്റെ പൂവ് പോലെയും ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. 2 പത്രോസ്. വാക്യവും വേദഭാഗവും പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങളിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആമോസ് 5-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത്? ആമോസ് 5-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഈ വേദഭാഗം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിലാണ്. വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മുലോക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ
എഴുതിയിരിക്കുന്നുവല്ലോ. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം 12 വാക്യം. പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത്? സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം 12 വാക്യം. 30 വെള്ളിക്കാശ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഈ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം 9-10 വാക്യങ്ങളിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. അവസാനത്തെ റൗണ്ട് മ്യൂസിക്കൽ റൗണ്ട്. നിർദ്ദേശങ്ങൾ വായിക്കാം. ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനത്തിൻ്റെ ഒരു സ്റ്റാൻസ ഇവിടെ കേൾപ്പിക്കും. ആ ഗാനത്തിൻ്റെ ആശയം ഉൾപ്പെട്ടിരിക്കുന്ന ബൈബിൾ വാക്യം അല്ലെങ്കിൽ ആ ഗാനത്തിൻ്റെ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം പറയുക. വാക്യവും റെഫറൻസും ചേർത്ത് പറയണം. വാക്യം മാത്രമെങ്കിൽ 3 മാർക്ക്, വാക്യവും റെഫറൻസും ചേർത്ത് പറഞ്ഞാൽ 5 മാർക്ക്. ചോദ്യം പാസ് ചെയ്യുന്നതല്ല. ആദ്യത്തെ ഗാനം കേൾക്കാം. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയ്ക്ക് നിത്യം. ഈ ഗാനത്തിന്റെ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം പറയുക. സങ്കീർത്തനം 90. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. രണ്ടാമത്തെ ഗാനം ശ്രദ്ധിക്കാം. ഓടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാവോട കെടുക്കുകില്ലവൻ തിരി പുകവമിക്കു. അവൻ പുകയുന്ന തിരി കെടുത്തുകയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല. ശരിയായ ഉത്തരം യെശയ്യാവ് 42:3. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. അടുത്ത ഗാനം. എനിക്കൊരു നന്മയുമില്ല എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക്. എൻ്റെ കർത്താവ് എൻ്റെ യഹോവേ. സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. വാക്യം കൃത്യമായി പറയുന്നു. യഹോവേ, നീ അല്ലാതെ എനിക്കൊരു നന്മയില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ശരിയായ ഉത്തരം സങ്കീർത്തനങ്ങൾ 16:2-3. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠൻ തന്നെ. അടുത്ത ഗാനം കേൾക്കാം. അറിയില്ല. ശരിയായ ഉത്തരം 2 തിമോത്തിയോസ് 1 അധ്യായം 12 വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അടുത്ത ഗാനം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഒരു നാമവുമില്ല. അപ്പസ്തോല പ്രവൃത്തികൾ. വാക്യം പൂർണ്ണമായില്ല. ശരിയായ ഉത്തരം അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായം 12 വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അടുത്ത ഗാനം കേൾക്കാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. സാം 121:1.
ശരിയായ ഉത്തരമാണ്. അടുത്ത ഗാനം കേൾക്കാം. കണ്ടസ്റ്റന്റ് നമ്പർ 2-ന് ഉത്തരം അറിയാം. നീ ഭൂമിയിൽ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം. തെറ്റുത്തരമാണ്. ഈ ഗാനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയുമില്ല, അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അടുത്ത ഗാനം കേൾക്കാം. എൻ്റെ പ്രിയനോ അവൻ ഏറ്റവും സുന്ദരൻ, 10,000-ങ്ങളിലും ഏറ്റവും സുന്ദരൻ, ശാരോൻ പനിനീർ പുഷ്പം പോലെ ഉത്തമഗീതം. ശാരോൻ പനിനീർ പുഷ്പവും ശാരോൻ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരയും. ഉത്തമഗീതം. തെറ്റുത്തരമാണ്. ഉത്തമഗീതം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. ഗാനം കേൾക്കാം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. എഫേസ്യർ 2:8-9. കൃപയാലത്ര നിങ്ങൾ വിശ്വാസബലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കുക. അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഉത്തരം വളരെ ശരിയാണ്. ഗാനം കേൾക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. അറിയില്ല. ഈ ഗാനം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇതോടുകൂടെ സത്യം സത്യമായി 2025 മെഗാ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. സ്കോർ നിലവാരം നമുക്ക് പരിശോധിക്കാം. സത്യം സത്യമായി ബൈബിൾ ക്വിസ് 2025 മെഗാ ഫൈനലിന്റെ മത്സര ഫലങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു. 4-ാം സ്ഥാനം 2 പേർ പങ്കിടുകയാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 2 ആയ ബിജു PA, അതുപോലെ കണ്ടസ്റ്റന്റ് നമ്പർ 5 ആയ മാർഗ്രറ്റ് ബിജു. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. 2 പേരും 4-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അടുത്തത് 3-ാം സ്ഥാനം. 3-ാം സ്ഥാന വിജയിയായിരിക്കുന്നത് കണ്ടസ്റ്റന്റ് നമ്പർ 4 ലില്ലി ജോസ്. അടുത്തത് സത്യം സത്യമായി ബൈബിൾ ക്വിസ് മെഗാ ഫൈനൽ വിന്നർ ആരാണ് നോക്കാം. അവസാന 2 സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമുക്കറിയാം. കണ്ടസ്റ്റന്റ് നമ്പർ 1 ആയ ഷാജി P ജോർജും കണ്ടസ്റ്റന്റ് നമ്പർ 3 ആയ ഷേർലി രാജുവുമാണ്. ഇവരിൽ ഈ വർഷത്തെ സത്യം സത്യമായി ബൈബിൾ ക്വിസിന്റെ വിന്നർ ആയിരിക്കുന്നത് ഷേർലി രാജു. 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷാജി P ജോർജ്. ഇതോടുകൂടെ സത്യം സത്യമായി ബൈബിൾ ക്യൂസ് 2025 മെഗാ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ.